എല്ലാവർക്കും സോളിഡ് സ്റ്റേറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ യൂണിറ്റ് സെല്ലാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു വലിയ ക്രിസ്റ്റലാണ്. ഈ ക്രിസ്റ്റലിൻ്റെ ഒരു കുഞ്ഞി പോർഷൻ ഞാൻ മാറ്റുകയാണ്. ഒരു ചെറിയ പോർഷൻ ഞാൻ എടുത്ത് മാറ്റി ഇങ്ങോട്ട് വരച്ചിരിക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. ഇതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതേപോലെയുള്ള കുറേ പാർട്സ് ഞാൻ ഇങ്ങനെ അടുക്കി അതായത് നോക്കി, ഇതുപോലത്തെ ഒരാളെ കൂടെ മുകളിൽ വെച്ചു, ഇനി ഒരാളെ കൂടെ മുകളിലോട്ട് വെച്ചു, ഇങ്ങനെ അടുക്കി വെച്ചാൽ ഈ വലിയ ഒരു ക്രിസ്റ്റൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് it is the smallest repeating unit of a large crystal. So the smallest repeating unit of a large crystal is called as unit cell. അപ്പോൾ ഇതാണ് യൂണിറ്റ് സെൽ. ഒരു വലിയ ക്രിസ്റ്റലിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. ഓക്കെ, ഇനി നമുക്ക് ഈ യൂണിറ്റ് സെല്ലിനെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി യൂണിറ്റ് സെല്ലിനെ വരയ്ക്കുന്നത് നമ്മൾ കുഞ്ഞുനാളിലേക്ക് ഒരു പെട്ടിയുടെ പടം വരയ്ക്കുന്ന മോഡലാണ്. ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് പിന്നെ ഒന്നുകൂടെ വരച്ച് 2 ക്യൂബ് വരച്ചാലും മതി. എന്നിട്ട് അതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുക. സോ ഇതാണ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് എ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു വലിയ ക്രിസ്റ്റലിൻ്റെ കുഞ്ഞു പോർഷൻ അല്ലേ, ക്രിസ്റ്റൽ സോളിഡ് അല്ലേ. അപ്പോൾ യൂണിറ്റ് സെല്ലും എന്താ? സോളിഡ്. സോ ഇതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഒരു സോളിഡിലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ? ഇറ്റ് മേ ബി ആൻ ആറ്റം, അയോൺ ഓർ മോളിക്യൂൾ. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആറ്റം ആവാം. ഞാൻ വരയ്ക്കുകയാണ്, ഇതാ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ, ഇത് അടുത്തത്. അപ്പോൾ ഞാൻ കുറേ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് സെല്ലിലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെ ഞാൻ വരച്ചത്. ദീസ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഇറ്റ് മേ ബി ആൻ ആറ്റം ഓർ അയോൺ ഓർ മോളിക്യൂൾ. പക്ഷേ നമ്മൾ യൂണിറ്റ് സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസിനെ എല്ലാം കൂടെ കളക്റ്റീവായിട്ട് ഒരു പേരാണ് പറയുന്നത് പോയിൻറ്റ്. സോ ദീസ് ആർ പോയിൻറ്റ്സ്. സോ വാട്ട് ഈസ് എ പോയിൻറ്റ്? പോയിൻറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ. പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളാണ്. ഇറ്റ് മേ ബി ആൻ ആറ്റം, അയോൺ ഓർ മോളിക്യൂൾ. ശരി, ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തെന്ന് നോക്കിയേ? സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടല്ലേ. കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു 3D സ്ട്രക്ചർ, ഇറ്റ്സ് എ 3D സ്ട്രക്ചർ, ഒരു 3D സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഈ 3D സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സ്പേസ് ലാറ്റിസ്. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്ന 3D സ്ട്രക്ചറിനെ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയും. സോ നമുക്ക് ഇത്രയും ഒന്നുകൂടെ ഒന്ന് പറയാം. The smallest repeating unit of a large crystal is called a unit cell. Unit cell contain constant particles, atoms, ions or molecules. They are collectively called as points. So these are points. When these points were connected together using straight lines, we get a 3D structure called crystal lattice or space lattice. Okay. ഇനി ഞാൻ ഈ ഒരു പോയിൻറ്റിനെ ഇങ്ങോട്ട് നീക്കി വരച്ചു. ആറ്റം അല്ലെങ്കിൽ അയോൺ എന്തോ ആയിക്കോട്ടെ, ഒരു പോയിൻറ്റ്. ആ പോയിൻറ്റിനെ ഇങ്ങോട്ട് നീക്കി വരച്ചു. അപ്പോൾ എനിക്ക് വേറൊരു സ്ട്രക്ചറിലേക്ക് കിട്ടിയത്. ഇങ്ങനെ ഒരു ഷേപ്പ് ലോകത്തിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയിൻറ്റുകൾ അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ 14 ടൈപ്പ് സ്ട്രക്ചർ. ഇപ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് സ്ട്രക്ചറിലേക്ക് കിട്ടിയത് നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള 14 ടൈപ്സ് സ്ട്രക്ചേഴ്സ് കിട്ടും. അപ്പോൾ 14 ടൈപ്സ് ക്രിസ്റ്റൽ ലാറ്റിസുകളുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. എത്ര ടൈപ്പ് ക്രിസ്റ്റൽ ലാറ്റിസുകളുണ്ട്? 14 ടൈപ്സ്. ഈ 14 എണ്ണത്തിൻ്റെ പടവും നിങ്ങളുടെ NCERT ടെക്സ്റ്റിനകത്തുണ്ട്. ഈ 14 പേരെയും വിളിക്കുന്ന പേരാണ് ബ്രവൈസ് ലാറ്റിസ്. ബ്രവൈസ് ലാറ്റിസ്. കാരണം ഒരു ഫ്രഞ്ച് മാത്തമെറ്റീഷ്യനായിട്ടുള്ള ബ്രവൈസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതാദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രവൈസ് ലാറ്റിസ്. ഓക്കെ, ഇനി ഒരു പോയിൻ്റ് കൂടെ കൊണ്ട് നമുക്ക് തീർക്കാം. ഈ പോയിൻറ്റുകൾ ഇരിക്കുന്ന സ്ഥലം, എന്താ പോയിൻ്റ് ഇപ്പോൾ ഇരിക്കുന്ന കോർണറിലല്ലേ, ഇവിടെ കോർണറിലല്ലേ, ഈ സ്ഥലത്തിനെ പറയുന്ന പേരാണ് ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. ലാറ്റിസ് സൈറ്റ്. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് സെല്ലിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കൊന്നുകൂടെ ഇത്രയൊന്ന് പറഞ്ഞു നോക്കാം. ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ലാർജ് ക്രിസ്റ്റൽ ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. Unit cell contain constant particles, atoms, ions or molecules, and they were collectively called as points. When these points were connected together using straight lines, we get a 3D structure called crystal lattice or space lattice. 14 types of crystal lattice are possible in the world. They were called as Bravais lattice because these were first identified by a French mathematician Bravais. Okay, the site where points attach is called as the lattice site. ഇതാണ് യൂണിറ്റ് സെല്ലിനെ കുറിച്ചുള്ള തുടക്കം. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് യൂണിറ്റ് സെല്ലുകളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. യൂണിറ്റ് സെല്ലിൽ ഒന്നാമത്തേതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ്. രണ്ടാമത്തേതാണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. സോ പ്രിമിറ്റീവും സെൻറ്റേർഡും. അത് നമുക്ക് പ്രിമിറ്റീവ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന ഒരു യൂണിറ്റ് സെല്ലിൽ ഈ പോയിൻറ്റ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് എവിടെ മാത്രമാണെന്ന് നോക്കിയേ. കോർണേഴ്സിൽ മാത്രമല്ലേ പാർട്ടിക്കിൾസ് ഉള്ളൂ. ഇപ്പോൾ കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്.
ഇത്തരം യൂണിറ്റ് സെല്ലുകളെ പറയുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ലൊക്കേറ്റഡ് ഓൺലി അറ്റ് കോർണേഴ്സ് സച്ച് എ യൂണിറ്റ് സെൽ ഈസ് കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇനി എന്താണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ബോക്സോ എന്തെങ്കിലും അല്ലെങ്കിൽ വേണ്ട ഒരു പാർട്ടിക്കിൾ ഒരു സോളിഡ് സബ്സ്റ്റൻസ് തന്നെ എടുക്കുകയാണ്. ആ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാം. ഇതൊരു യൂണിറ്റ് സെല്ലാണല്ലോ. ഇതിൻ്റെ കോർണറിൽ ഉറപ്പായിട്ടും പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. പക്ഷേ കോർണറിൽ മാത്രമേ ഉള്ളെങ്കിൽ ഇതിൻ്റെ പേരെന്താ? പ്രിമിറ്റീവ്. ഇപ്പോൾ ഇവിടെ കോർണറിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ പേര് പ്രിമിറ്റീവ്. ബട്ട് കോർണറിലും വേണം, വേറെ എവിടെയെങ്കിലും ഇവിടെ നോക്കി, ഇതൊരു ഫേസ് അല്ലേ, ഇതൊരു ഫേസ്, ആ ഫേസിൻ്റെ സെൻറ്ററിൽ കൂടെ ആൾ വന്നാൽ ഇറ്റ് ഈസ് കോൾഡ് സെൻറ്റേർഡ്. അപ്പോൾ സെൻറ്റേർഡ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കോർണറിനെ കൂടാതെ വേറെ എവിടെയെങ്കിലും കൂടെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെൻറ്റേർഡ്. കോർണറിൽ ഉറപ്പായിട്ടും വേണം, പക്ഷേ കോർണറിൽ മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ പേര് പ്രിമിറ്റീവ് എന്നായി പോകും. കോർണറിലും പാർട്ടിക്കിൾ വേണം, വേറെ എവിടെയെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതിനെ സെൻറ്റേർഡ് എന്ന് പറയും. നമുക്ക് സെൻറ്റേർഡിനെ 3 ആയിട്ട് തിരിക്കാം. സെൻറ്റേർഡ് 3 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഫേസ് സെൻറ്റേർഡ്, 2 ബോഡി സെൻറ്റേർഡ്, 3 എൻഡ് സെൻറ്റേർഡ്. പക്ഷേ നിങ്ങൾ NCERT ടെക്സ്റ്റിൽ ഈ 3 ഉള്ളൂ. നിങ്ങൾ എൻട്രൻസ് ഉൾപ്പെടെ, അത് എൻട്രൻസ് എന്നല്ല, എൻട്രൻസ് എഴുതുന്നവരല്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഡ്ജ് സെൻറ്റേർഡ് കൂടെ പഠിക്കണം. ഈ എഡ്ജ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും ലോകത്തിലില്ല, പക്ഷേ നിങ്ങളത് പഠിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഈ 3 മാത്രമേ പറഞ്ഞു തരുള്ളൂ, അവരെന്തോ പറഞ്ഞോട്ടെ, ബട്ട് എഡ്ജ് സെൻറ്റേർഡ് നിങ്ങൾ പഠിക്കണം. കാരണം ചില ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പറയാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ആദ്യം ഫേസ് സെൻറ്റേർഡ്. ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിയുടെ, ഒരു ബോക്സിൻ്റെ കോർണറിലെല്ലാം പാർട്ടിക്കിൾസ്. നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചേ, ഒരു പെട്ടി എടുത്തിട്ട്, ഇപ്പോൾ തക്കാളിയൊക്കെ കൊണ്ടുവരുന്ന പെട്ടി അറിയാമല്ലോ നിങ്ങൾക്ക്, ആ പെട്ടിക്ക് എത്ര കോർണറുണ്ട്? 8 കോർണറിൽ. ഈ കോർണറിലെല്ലാം മാവ് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഒരു പടം മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയേ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് സാറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ബോക്സ് പോലെ എടുത്തിട്ട് സാറ് തന്നെ അവിടെയുള്ള നെല്ലിക്കയൊക്കെ എടുത്ത് ഓരോ കോർണറിൽ ഇങ്ങനെ അടിച്ചടിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഈ ലഡുവൊക്കെ വെച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പെട്ടി, ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ കോർണറിലും ഇങ്ങനെ മാവ് ഇങ്ങനെ ഉരുട്ടി വെച്ച് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാലോചിക്കുക. ദാറ്റ് ഈസ് പ്രിമിറ്റീവ്. എന്നിട്ട് ഓരോ ഉരുള മാവ് എടുത്തിട്ട് നിങ്ങൾ എല്ലാ പെട്ടിയുടെ ഫേസിൻ്റെയൊക്കെ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അതിന് പറയുന്ന പേരാണ് ഫേസ് സെൻറ്റേർഡ്. അപ്പോൾ എന്താ ഫേസ് സെൻറ്റേർഡ്? ഹിയർ പാർട്ടിക്കിൾസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഓൾ കോർണേഴ്സ് ആൻഡ് ഓൺ ദ സെൻറ്റേഴ്സ് ഓഫ് ഓൾ ഫേസസ്. എല്ലാ ഫേസുകളുടെയും സെൻറ്ററിലും കൂടെ ആൾ കാണും. അടുത്തായിട്ട് ബോഡി സെൻറ്റേർഡ് നോക്കാം. ബോഡി സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ആ പെട്ടിയുടെ എല്ലാ കോർണറിലും ആൾ കാണും. അത് കൂടാതെ ഒരു പാർട്ടിക്കിൾ ആ ബോഡിയുടെ സെൻറ്ററിലും കാണും. ബോഡിയുടെ അതെന്ന് പറഞ്ഞാൽ ആ പെട്ടിയുടെ അകത്തൊരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ബോഡി സെൻറ്റേർഡ്. ജസ്റ്റ് ആ ബോഡി സെൻറ്റേർഡ് പറഞ്ഞാണെന്ന് വരയ്ക്കാം. അതായത് ഇതൊരു ബോക്സ്, ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലിൻ്റെ പാർട്ടിക്കിൾസാണ് നിങ്ങൾ ഈ കാണുന്നത്. കോർണറിൽ എന്തായാലും പാർട്ടിക്കിൾസ് കാണും. കൂടാതെ ആ പെട്ടിയുടെ അകത്തും കൂടെ ഒരു പാർട്ടിക്കിൾ, അതായത് കോർണറിൽ കൂടാതെ ബോഡിക്കകത്തൂടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ബോഡി സെൻറ്റേർഡ്. ഇനി എന്താണ് എൻഡ് സെൻറ്റേർഡ് എന്ന് നോക്കാം. നോക്കിയേ, ഇറ്റ്സ് എ യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെല്ലിൻ്റെ കോർണേഴ്സിൽ എന്തായാലും പാർട്ടിക്കിൾസ് കാണും. കൂടാതെ ഏതെങ്കിലും 2 ഫേസുകൾ എടുക്കുക, അത് ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കണം. ഇത് നോക്കിയാൽ ഈ ഫേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ഫേസ് ഇതാണ്. അതല്ല, അത് രണ്ടും എടുക്കുന്നില്ലെങ്കിൽ ഈ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഫേസ് ഇതാണ്. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസുകളുടെ സെൻറ്ററിലും കൂടെ ആളുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എൻഡ് സെൻറ്റേർഡ്. സോ എൻഡ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഹിയർ പാർട്ടിക്കിൾസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഓൾ കോർണേഴ്സ്. എല്ലാ കോർണറിലും കാണും. കോർണറിനെ കൂടാതെ ഫേസിൻ്റെ സെൻറ്ററിൽ, അത് എന്ത് ഫേസ്? ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിലും കൂടെ ആളുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് എൻഡ് സെൻറ്റേർഡ്. ഇനി എഡ്ജ് സെൻറ്റേർഡ്. എഡ്ജ് സെൻറ്റേർഡ് ആയിട്ടുള്ള വസ്തുക്കൾ ലോകത്തിലില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, എല്ലാ എഡ്ജിൻ്റെയും സെൻറ്ററിൽ കൂടി ആളുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എഡ്ജ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. സോ നമുക്ക് ഇത്രയൊന്ന് കൺക്ലൂഡ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചു യൂണിറ്റ് സെൽ. വാട്ട്സ് എ യൂണിറ്റ് സെൽ? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ലാർജ് ക്രിസ്റ്റൽ. ഓക്കെ, ദെൻ യൂണിറ്റ് സെൽ കണ്ടെയ്ൻ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്. ആരൊക്കെയാണ്? ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾ. ഓക്കെ, എന്നിട്ട് ഇവർ നമ്മൾ വിളിച്ച പേരെന്താ? പോയിൻറ്റ്സ്. ഈ പോയിൻറ്റുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്ത് ഷേപ്പായി? 3D ഷേപ്പ്. അതിൻ്റെ പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ്. പിന്നെ നമ്മൾ പഠിച്ച എന്താ? ഇതുപോലെയുള്ള 14 ടൈപ്പ് ലാറ്റിസുകളാണ് ലോകത്തിലുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രവൈസ് ലാറ്റിസ്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ബ്രവൈസ് പിന്നെ ഈ പോയിൻറ്റ്സ് ഇരിക്കുന്ന സൈറ്റിന് പറയുന്ന പേരാണ് ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റുകളെന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞു യൂണിറ്റ് സെല്ലുകൾ പ്രധാനമായിട്ട് 2 ആയിട്ട് തിരിക്കാം, പ്രിമിറ്റീവും സെൻറ്റേർഡും. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ ലൊക്കേറ്റഡ് ഓൺലി അറ്റ് കോർണേഴ്സ്. കോർണറിൽ മാത്രമേ ഉള്ളെങ്കിൽ പ്രിമിറ്റീവ്. ഇഫ് ദർ ആർ പാർട്ടിക്കിൾസ് അതർ ദാൻ കോർണേഴ്സ് ഓൾസോ, അതിന് പറഞ്ഞ പേരാണ് സെൻറ്റേർഡ്. സെൻറ്റേർഡ് ആർ ഓഫ് 4 ടൈപ്സ്: ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ് ആൻഡ് എഡ്ജ് സെൻറ്റേർഡ്.
എന്താണ് ഫേസ് സെൻറ്റേഡ് എന്ന് വെച്ചാൽ കോർണർ കൂടാതെ ഫേസിൻ്റെ സെൻറ്ററിലൂടെ കാണും. ബോഡി സെൻറ്റേഡ് ബോഡിക്കകത്തൂടെ ഒരാൾ കാണും. എൻഡ് സെൻറ്റേഡ് ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിൽ ആൾ കാണും. എഡ്ജ് സെൻറ്റേഡ് എല്ലാ എഡ്ജിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾസ് കാണും. സോ ദിസ് ഈസ് the general structure of a unit cell. Okay.